സബല ഏകാദശി പൗഷമാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് സബല ഏകാദശി. സബല ഏകാദശി ദിവസം വെളുത്ത വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്രദർശനം നടത്തി തുളസീതീർത്ഥം സേവിക്കുന്നതും വിഷ്ണുസൂക്തം, ഭാഗ്യസൂക്തം, പുരുഷസൂക്തം എന്നിവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വളരെ ഉത്തമമാണ്. സബല ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിര മഹാരാജാവും തമ്മിലുള്ള ഒരു സംവാദത്തിൽ ഭഗവാൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. നാഗങ്ങളിൽ ശ്രേഷ്ഠനായ ശേഷനെപ്പോലെ, പക്ഷികളിൽ ശ്രേഷ്ഠനായ ഗരുഡനെപ്പോലെ, യജ്ഞങ്ങളിൽ ശ്രേഷ്ഠമായ അശ്വമേധ യജ്ഞത്തെപ്പോലെ, നദികളിൽ ശ്രേഷ്ഠമായ ഗംഗയെപ്പോലെ, ദേവന്മാരിൽ ശ്രേഷ്ഠനായ ഭഗവാൻ വിഷ്ണുവിനെപ്പോലെ, മനുഷ്യരിൽ ശ്രേഷ്ഠരായ ബ്രാഹ്മണരെപ്പോലെ, വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം. 5000 വർഷങ്ങളോളം യജ്ഞങ്ങൾ നടത്തിക്കൊണ്ട് നേടുവാൻ സാധിക്കുന്ന പുണ്യം ഏകാദശി വ്രതം പാലിക്കുന്നതുകൊണ്ട് മാത്രം ലഭിക്കുന്നു എന്നാണ്. സബല ഏകാദശി ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് വഴി ഒരു വ്യക്തിക്ക് ഈ ജന്മത്തിൽ പ്രശസ്തിയും അടുത്ത ജന്മത്തിൽ മുക്തിയും ലഭിക്കുന്നു. ഏകാദശി പാലിക്കുന്നവർ ശ്രേഷ്ഠരാകുന്നു എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതുവഴി അശ്വമേധയാഗം നടത്തിയ ഫലവും ലഭിക്കുന്നുവെന്നാണ്. വിജയവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആചരിക്കേണ്ട ഒന്നാണ് സബല ഏകാദശി. ഈ വ്രതമെടുത്താൽ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ഈശ്വരാനുഗ്രഹമുള്ള ഒരു ജീവിതം ഏതൊരാൾക്കും സ്വന്തമാകും. എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണമാണ് സബല ഏകാദശിയുടെ ഫലശ്രുതി. അതിനാൽ തികഞ്ഞ ഭക്തിയോടെ, ഉത്സാഹത്തോടെ, ഊർജ്ജസ്വലതയോടെ സബല ഏകാദശി നോറ്റാൽ അളവറ്റ ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും വാതിൽ തുറക്കും. വളരെ ഭക്തിനിർഭരമായാണ് രാജ്യത്താകമാനം വിഷ്ണു ക്ഷേത്രങ്ങളിലും വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ സന്നിധികളിലും സബല ഏകാദശി ആചരണം നടക്കുന്നത്. പൗഷമാസത്തിൽ കറുത്തപക്ഷത്തിലെ 11ാമത്തെ തിഥിയാണ് സബല ഏകാദശി. ഈ പുണ്യദായക ഏകാദശിയുടെ മഹിമ വിളിച്ചോതുന്ന പംക്തിയാണ് ഇന്ന് ഹൈന്ദവ ധർമ്മ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു മാസത്തിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി വെളുത്തപക്ഷവും വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി കറുത്തപക്ഷവുമാണ്. വർഷത്തിൽ 24 ഏകാദശികളുണ്ട്. 32 ചന്ദ്രവർഷം വരുമ്പോൾ ഒരു മാസം അധികമായി വരുന്നതിനാൽ ഇതും കൂടി കണക്കിലെടുത്താൽ 26 ഏകാദശികളായി വരും. മഹാവിഷ്ണുവിൻ്റെ പരമപ്രീതി കരസ്ഥമാക്കുന്നതിനുള്ള ഒരു വർഷത്തെ ഏകാദശി വ്രതമാണിത്. ഇതിന് സംവത്സരിക ദ്വാദശി വ്രതം എന്നാണ് വ്യക്തമാക്കുന്നത്. ഏകാദശിയും ദ്വാദശിയും സംഗമിക്കുന്ന മഹാപുണ്യദിനത്തിൽ മഹാവിഷ്ണുവിൻ്റെ മുഖ്യ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ മഹാപുണ്യദിനത്തിൽ യജ്ഞങ്ങളും മറ്റു പുണ്യകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ്. ഇഹലോകസുഖവും പരലോകസുഖവും ഫലം ദശമിയും ദ്വാദശിയും ഒരിക്കലൂണ് ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. ഭജന, സത്സംഗം, പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്തി ദ്വാദശി നാൾ പാരായണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കണം. വെളുത്തപക്ഷ ഏകാദശിയാണ് ഉത്തമം. എല്ലാ നിലയിലുള്ളവർക്കും ഏകാദശി വ്രതാനുഷ്ഠാനം പരമൌഷധമായി വിധിച്ചിട്ടുണ്ട്. ഏകാദശി സർവ്വപാപങ്ങളിൽ നിന്നും മോചനവും വൈകുണ്ഠപ്രാപ്തിയും ഫലം. ഈ ഏകാദശി വ്രതം കൊണ്ട് അപാരമായിരിക്കുന്ന പാപങ്ങൾ ദൂരീകരിക്കും. ഏകാദശി വ്രതം നോൽക്കുമ്പോൾ ജലം, ഫലങ്ങൾ, അന്നം എല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഉപവാസം അനുഷ്ഠിക്കുകയാണെങ്കിൽ എല്ലാ കഷ്ടതകളും കടങ്ങളും പാപങ്ങളും തീരും. ആയതിനാൽ ഹൈന്ദവ ധർമ്മക്ഷേത്രത്തിലെ എല്ലാ അംഗങ്ങളും ഈ വ്രതം ആചരിക്കുന്നത് നന്നായിരിക്കും. അതിന് സഹായകരമായി ഏകാദശി വ്രതാനുഷ്ഠാനം ഇന്നത്തെ ജീവിത സാഹചര്യത്തിനനുസൃതമായി വളരെ ചുരുങ്ങിയ ആചാര രീതിയിലാണ് ഹൈന്ദവ ധർമ്മക്ഷേത്രത്തിൽ വിവരിക്കുന്നത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങൾ ഏകാദശി വ്രതത്തിന് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ദശമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം. ഏകാദശി നാളിൽ പൂർണ്ണമായും ഉപവസിക്കുന്നതാണ് ഉത്തമം. ജലപാനം പോലും പാടില്ല. അതിനു സാധിക്കാത്തവർക്ക് അരിഭക്ഷണം മാത്രം ഒഴിവാക്കി വ്രതമനുഷ്ഠിക്കാം. ഗോതമ്പ്, ചാമ എന്നിവ കൊണ്ടുള്ള ലളിത വിഭവങ്ങളും പയർ, പുഴുക്ക്, പഴവർഗ്ഗങ്ങൾ എന്നിവയും ഭക്ഷിക്കാം. ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. പകലുറക്കവും പാടില്ല. ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണു നാമമന്ത്ര ജപത്തോടെ കഴിയുന്നതും മൗനം ഭജിക്കുന്നതും വളരെ നല്ലതാണ്. ദ്വാദശി നാളിൽ ഹരിവരാസന സമയം കഴിഞ്ഞ് ശേഷമാണ് പാരായണ വിടേണ്ടത്. വ്രതസമാപ്തിയിൽ തുളസീതീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം.
ഈ സുദിനത്തിൽ തുളസീതീർത്ഥമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ഇരിക്കുന്നവരുമുണ്ട്. അതിനു സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുകയുമാവാം. അഥവാ പൂർണ്ണ ഉപവാസം സാധ്യമല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് ഉപവസിക്കുക. ദിവസം മുഴുവൻ ഭക്ഷണം ഉപേക്ഷിക്കാൻ കഴിയാത്തവർ രാവിലെ കുളിച്ച് വിഷ്ണു വിഗ്രഹത്തിലോ ഫോട്ടോയിലോ 108 തുളസിയിലയെടുത്ത് വിഷ്ണു ഗായത്രീ മന്ത്രം ചൊല്ലി ഓരോ തുളസിയില വീതം വിഷ്ണു പാദാങ്കത്തിൽ അർപ്പിക്കുക. ദ്വാദശി കഴിയുന്നതിന് മുമ്പ് തുളസീതീർത്ഥം സേവിച്ച് പാരായണ വീട്ടണമെന്നാണ് മാനദണ്ഡം. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ഒത്തുചേരുന്ന ഹരിവാസര മുഹൂർത്തത്തിൽ ഒന്നും തന്നെ ഭക്ഷിക്കാതിരിക്കുന്നത് അത്യുത്തമമാണ്. ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ മഹനീയ സാമീപ്യം വളരെ കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ്ണ ഫലസിദ്ധി നൽകുമെന്നാണ് ഐതിഹ്യം. വിഷ്ണു ഭഗവാന്റെ കൃപാകടാക്ഷം ലഭ്യമാകുന്നതിന് ഏവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെയും കൃപാകടാക്ഷത്തിനും യോഗ്യരായി തീരുന്നു. ഏകാദശിയിൽ ജപിക്കേണ്ട മന്ത്രങ്ങളും സ്തോത്രങ്ങളും എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഉത്തമമായി ചൊല്ലേണ്ടത് വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തരം, ശ്രീമദ് ഭാഗവതം, നാരായണീയം എല്ലാം കഴിയുന്നത്ര പാരായണം ചെയ്യാവുന്നതാണ്. സബല ഏകാദശി ദിവസം പാരായണ സമയം വരുന്നത് ഡിസംബർ 27 രാവിലെ 7:12 മുതൽ 10:27 വരെയുള്ള സമയത്താണ്. എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കട്ടെ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ.